കേരളത്തിലെ മുസ്ലിം മതസ്ഥർക്കിടയിൽ രൂപം കൊള്ളുകയും പ്രചാരത്തിലിരിക്കുകയും ചെയ്യുന്ന സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട് എന്നറിയപ്പെടുന്നത്. മാപ്പിള എന്ന വിശേഷണ പദം ഈ സംഗീത ശാഖയുടെ സാമുദായിക സ്വഭാവം സൂചിപ്പിക്കുന്നു. മാപ്പിള കലകൾ കേരളീയമായ കലകളുണ്ട്. കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് കേരളത്തിൻ്റെ വ്യത്യസ്ത സമൂഹങ്ങളുമായി ഇടപഴകി അങ്ങനെ ട്രഡീഷണലായി പുരോഗമിച്ചു വന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് കലകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നാടൻ കലകളെ മൊത്തത്തിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറ് സാധാരണ ആയോധന കലകൾ, അനുഷ്ഠാന കലകൾ, പ്രകടന കലകൾ, പെർഫോമിംഗ് ആർട്സ്, ഈ രീതിയിൽ മൂന്നായിട്ടാണ് നമ്മൾ എല്ലാ കലകളെയും തരംതിരിക്കാറ്. കേരളത്തിലുള്ള നാടോടി കലകളെയും മറ്റ് വ്യത്യസ്ത ഫോക്കുകളിൽ നിന്ന് വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ കലകളെയും നാടൻ കലകളെയൊക്കെ നമ്മൾ ഈ രീതിയിൽ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യാറുള്ളത്. ഇതിൽ മാപ്പിള കലകളായിട്ട് നമ്മൾ അറിയുന്നപ്പോൾ കോലിക്കളി ആയോധന കലകളിൽ നിന്നും വന്ന ഒരു കലയാണ്. അതോടൊപ്പം തന്നെ അതിന് പെർഫോമിംഗ് ആർട്സിൻ്റെ പ്രകടന കലയുടെ രണ്ട് സ്വഭാവമുള്ളൊരു കലയാണ് കോലിക്കളി. മാപ്പിളപ്പാട്ട് അറബി മലയാളത്തിലെ സംഗീത ശാഖയാണ്. ജനകീയവും സാഹിത്യ അനുഷ്ഠിതയുമാണ് മാപ്പിളപ്പാട്ടും മറ്റു മാപ്പിള കലകളും. മലയാളത്തിൽ നിലവിലിരിക്കുന്ന ഗാനവൃത്തങ്ങൾക്ക് പുറമെ സംസ്കൃതം, തമിഴ് വൃത്തങ്ങളിൽ ചില രൂപമാറ്റം വരുത്തിയ മാപ്പിളപ്പാട്ടുകൾ രചിക്കുകയുണ്ടായി. ഇശലിൻ്റെ താളത്തിൽ തരുണിമണികൾ ഒപ്പനത്താളുമായി സമൂഹത്തിൻ്റെ മുമ്പിലെത്തുന്നത് മാപ്പിള സംസ്കാരം ആരംഭിച്ച കാലഘട്ടം മുതൽ കാണുന്നതാണ്. മാപ്പിളപ്പാട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ടുകൾ അല്ലെങ്കിൽ മുണ്ടമ്പ്രയെ പോലെയുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരുടെ മാപ്പിളപ്പാട്ടുകൾ എടുത്ത് പാടുമ്പോഴേ അതിനേക്കാളും നല്ലത് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളുടെ അടുത്തേക്ക് ഇന്ന് ഒരു രചനകളും എത്തുന്നില്ല എന്നുള്ളത് ഉള്ള വസ്തുതയാണ്. തേക്കൽ, ആദ്യ ആനം, പുകയിനാൽ, കൊമ്പ്, ഒപ്പനച്ചായം, ഒപ്പനമുറുക്കം തുടങ്ങിയ ഒട്ടേറെ ഇശലുകൾ മാപ്പിളപ്പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. സംസ്കാര സമൃദ്ധിയിലും കലാമൂല്യത്തിലും സന്തുഷ്ടമാണ് മാപ്പിള കലാരൂപങ്ങൾ. മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, കത്തുപാട്ടുകൾ, പ്രണയകാവ്യങ്ങൾ, ഒപ്പനപ്പാട്ടുകൾ തുടങ്ങി ഒട്ടേറെ വിഭവങ്ങൾ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലുണ്ട്. അറബികൾക്ക് പുരാതന കാലം മുതൽക്കേ കേരളവുമായി ഉണ്ടായിരുന്ന കച്ചവട ബന്ധം കേരളത്തിലെ ഇസ്ലാം മതത്തിന് വേരോട്ടമുണ്ടാക്കാൻ അവസരം നൽകി. അറബികളുടെ ഭാഷയും സംസ്കാരവും കേരളത്തിലെ മുസ്ലിം മത അനുയായികൾക്കിടയിൽ സ്വാധീനം ചെലുത്തി. ഈ സാംസ്കാരിക സമ്പർക്കത്തിൻ്റെ ഫലമാണ് അറബി മലയാള മാപ്പിള സാഹിത്യം. കല്യാണത്തിൻ്റെ വേളകളിൽ അതുപോലെ മറ്റും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട മാപ്പിള സമൂഹവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആഘോഷങ്ങളുണ്ടോ ഈ ആഘോഷങ്ങളിലൊക്കെ അതായിട്ട് ബന്ധപ്പെട്ട കല്യാണപ്പാട്ടുകൾ, ഒപ്പനപ്പാട്ടുകൾ പാടി അത് നല്ല രസകരമായ രീതിയിൽ ആ കാലത്തുള്ള അന്ന് നിമിഷ കവികളൊക്കെ ഉണ്ടായിരുന്നു. പല വീടുകളിലും ഒപ്പന നടക്കുമ്പോൾ പുതുമാരിയുടെ ആളുകളുണ്ടാവും, പല ഒപ്പന സംഘങ്ങളുണ്ടാവും. ഇവർ തമ്മിൽ മത്സരിച്ച് പാടി കൈമുട്ടി ഇരുന്നും ചാഞ്ഞും ചെരിഞ്ഞും കൈമുട്ടി ഈ പാട്ട് അവതരിപ്പിക്കുന്ന രൂപത്തിലാണ് ശരിക്കും ഒപ്പന എന്ന് പറയുന്നത്. മാപ്പിളപ്പാട്ടുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും 1932 വക്കം അബ്ദുൽ ഖാദർ മൗലവി അൽ അമീൻ എന്ന പത്രത്തിലെഴുതിയ ഒരു ലേഖനത്തിലാണ് ആദ്യമായി മാപ്പിളപ്പാട്ട് എന്ന പദം പ്രയോഗിക്കപ്പെടുന്നത്. അതുവരെയുള്ള മാപ്പിളപ്പാട്ടുകളെ സബീനപ്പാട്ടുകൾ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് ഒരു പറ്റം പണ്ഡിതന്മാർ അഭിപ്രായം. ആ മാപ്പിള മലയാള ഭാഷയിലുള്ള ഗദ്യരൂപങ്ങളായിട്ടുള്ള കവിതകൾ, അതിന് കവിത്വമുണ്ട്, പ്രാസമുണ്ട്, ഇശൽ നിയമങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അനുസരിച്ചുള്ള കവിതകൾക്കാണ് ശരിക്കും മാപ്പിളപ്പാട്ട് എന്ന് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത്. പിന്നെ ശരിക്കും ഒറിജിനൽ മലയാളത്തിലുള്ള നല്ല നല്ല ഗാനങ്ങളും ഈ ശാഖയും മാപ്പിളപ്പാട്ട് ഒരുപാട് ശാഖയുണ്ട്. അത് നമ്മൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു, ഞാൻ പറഞ്ഞ മാതിരി കേവലം ചില വിഷയങ്ങളിലേക്ക് ഒതുങ്ങി. പണ്ട് കാലത്ത് ഈ വിഷയ ദാരിദ്ര്യം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്ത മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, ചില ആളുകളുടെ വിചാരം ഇതിൽ പടപ്പാട്ടുകളും ഇതൊക്കെ മാത്രമേ ഉള്ളൂ എന്നാണ്. പടപ്പാട്ടുണ്ട്, പ്രേമം ബദറുൽ മുനീർ ഹുസ്സൈൻ ജമാലിനെ പോലത്തെ ലോകോത്തര പ്രണയകാവ്യങ്ങൾ അതിലുണ്ട്.
അതിൽ കാളപൂട്ടിനെ കുറിച്ചുള്ള പാട്ടുണ്ട്, പിന്നെ കമ്പളത്ത് ഗോവിന്ദൻ നായരൊക്കെ എഴുതിയിട്ടുള്ള, പിന്നെ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ വലിയൊരു അഗ്നിജ്വാലയായിട്ട് മാറിയിട്ടുള്ള നല്ല നല്ല ഗീതങ്ങൾ, മാപ്പിളപ്പാട്ടിലെ ഒരുപാട് രചനകൾ. കേരളത്തിലെ വിവിധ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരണത്തിലുള്ള കലാരൂപമാണ് കോൽക്കളി. വട്ടക്കോൽ, ചുറ്റിക്കോൽ, ഇരുന്നുകളി, തടുത്തുകളി തുടങ്ങി 60ഓളം ഇനങ്ങൾ കോൽക്കളിയിലുണ്ട്. പ്രധാനമായും പുരുഷന്മാരാണ് കോൽക്കളിയിൽ പങ്കെടുക്കാറുള്ളത്. ചിലങ്ക കെട്ടിയതോ ഇടാത്തതോ ആയ കമ്പുകൾ കോൽക്കളിക്ക് ഉപയോഗിക്കും. മാപ്പിള കലാരംഗത്ത് ഇപ്പോൾ ഏറ്റവും ജനകീയമായിരിക്കുന്ന, ഏറ്റവും കലോത്സവങ്ങളിലൊക്കെ തന്നെ മത്സര രംഗത്തും ഏറ്റവും ജനകീയമായ ഒരു ആയോധന കലാരൂപമാണ് കോൽക്കളി. നമുക്കറിയാം, കോൽക്കളി എന്ന് വെച്ചാൽ പാരമ്പര്യമായ താളവട്ട ക്രമങ്ങളുള്ളതും ആയോധന കലയുടെ ചില ചേരുവകൾ ഉള്ളതുമായ ഒരു കലാരൂപമാണ് കോൽക്കളി. കണ്ണൂർ അറക്കൽ അലിരാജാവിന്റെ സ്ഥാനാരോഹണത്തിനായി കളരി അഭ്യാസിയും സംഗീത താളബോധങ്ങളിൽ കഴിവുമുണ്ടായിരുന്ന ഹൈന്ദവ മുക്കുവ വിഭാഗത്തിൽപ്പെട്ട പൈതൽ മരക്കാർ 1850കളിൽ ചിട്ടപ്പെടുത്തിയതാണ് ഇന്നത്തെ കോൽക്കളിയെന്ന് വിലയിരുത്തപ്പെടുന്നു. കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളുടെ ഇടയിൽ പ്രചാരമുള്ള കലാരൂപമാണ് ദഫ്മുട്ട്. ദഫ് എന്നത് ഒരു പേർഷ്യൻ പദമാണ്. മരത്തിൻ്റെ കുറ്റി കുഴിച്ചുണ്ടാക്കി അതിൻ്റെ ഒരു വശത്ത് കാളത്തോൽ വലിച്ചു കെട്ടി വൃത്താകൃതിയിലാണ് ദഫ് നിർമ്മിക്കുന്നത്. അറബി ബൈത്തുകളോ മാപ്പിളപ്പാട്ടുകളോ ആലപിച്ചുകൊണ്ട് 10 പേരിൽ കുറയാത്ത സംഘങ്ങളായി താളപ്പെരുക്കങ്ങൾ തീർത്ത് ഉയർന്നും താഴ്ന്നും ചാഞ്ഞും ചെരിഞ്ഞും ചുവടുകൾ വെച്ചാണ് ദഫ്മുട്ടിൻ്റെ അവതരണം. സ്വലാത്ത് അഥവാ പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. പതിഞ്ഞ ശബ്ദത്തോടെ ആരംഭിച്ച് മേളം 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം എന്നിങ്ങനെ വളരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ മദീനക്കാർ ദഫ് മുട്ടിയാണ് വരവേറ്റതെന്ന് ചരിത്രം പറയുന്നു. ഈ ദഫ് മുട്ട് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അതിന് ഒരുപാട് പേരുണ്ട്. ദഫ്, ദീറ, ദഹ്റ, ഉഫ്, ഉദുഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകൾ ദഫിന് കിടക്കുന്നുണ്ട്. ഈ ദഫാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആദ്യമായി കാലെടുത്ത് വെച്ച ഒരു കലാവിഭാഗം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇശൽ നിലാവിന്റെ തേൽക്കണം പോലെ, സ്വർഗപൂന്തോപ്പിൽ നിന്നും വീശുന്ന കുളിർത്തന്നൽ പോലെ സുന്ദരവും സാഹിത്യ സമ്പൽ സമൃദ്ധിയിൽ അത്യുന്നതയിൽ നിൽക്കുന്നതുമാണ് മാപ്പിള കലാരൂപങ്ങൾ. അറബനമുട്ട്, കോൽക്കളി, ദഫ്മുട്ട്, ഒപ്പന, മാപ്പിളപ്പാട്ട് എന്നിങ്ങനെ നീളുന്ന മാപ്പിള കലാരൂപങ്ങളുടെ ഇണനിര.